ക്ലാസ് നടത്തിയ എക്സാമിൻ്റെ ആൻസറാണ് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് എ 3-member set A. That means we can write any set having 3 elements. Here I am writing A equal to set 1, 2, 3. If you want, you can write A equal to set A, B, C, and like this. It's a 3-member set. Now, the second part of the question is write a relation on A. That means it is a subset of A cross A having a relation that is reflexive, not symmetric, not transitive. Therefore, I am writing a relation R. Given that it is reflexive, therefore I am writing set ordered pair 1, 1, 2, 2, 3, 3. ഈ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവും. അതായത് ഇതിനകത്ത് 3 എലമെന്റ്സ് ഉണ്ട്. എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ 1, 1 ഉണ്ടായിരിക്കണം, 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം. ഇനി ആ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ റിലേഷൻ സിമെട്രിക് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ഒരു എലമെന്റ് ആഡ് ചെയ്യാം. 1, 2 ആഡ് ചെയ്യും. അപ്പം 1, 2 ഉണ്ടെങ്കിൽ ഇത് സിമെട്രിക് ആവണമെങ്കിൽ 2, 1 ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ 2, 1 ആഡ് ചെയ്യുന്നില്ല. ഇപ്പം റിലേഷൻ റിഫ്ലെക്സീവ് ആയി സിമെട്രിക് അല്ലാതാവുകയും ചെയ്തു. നെക്സ്റ്റ് ഓൾസോ ദർ ഇസ് അനദർ പാർട്ട് ദാറ്റ് ഈസ് ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ലാതാക്കണം. അതിനു വേണ്ടി ഐ ആം റൈറ്റിംഗ് അനദർ എലമെന്റ് 2, 3. Here we can see that 1 related to 2, 2 related to 3, but 1, 3 is not in this relation. Therefore, the relation is not transitive. So, this is an example for a relation that is reflexive, not symmetric, not transitive. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 3 എലമെന്റ് ഉള്ള ഒരു സെറ്റാണ് തന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ മിനിമം ഈ 3 എലമെന്റ്സ് എങ്കിലും അതിനകത്ത് വേണം. അതിനുശേഷം നമുക്കൊരു ഓർഡേഡ് പേര് വെറുതെ ആഡ് ചെയ്യാം. അതിനെ തിരിച്ചെഴുതാതിരുന്നാൽ സിമെട്രിക് ആവാതിരിക്കും. പിന്നെ അതേപോലെ തന്നെ 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു എൻട്രി ഉണ്ടെങ്കിൽ 1, 3 അതിനകത്ത് ഇല്ലെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് അല്ലാന്നും പറയും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി ആ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. How many relations are possible from A to A? We know that a relation means it is a subset of A cross A. Here A containing 3 elements. Therefore, A cross A contain number of elements in A cross A is equal to 3 into 3, that is 9 elements. Therefore, total number of relations on A is 2 raised to 9. That means total number of subset of A cross A. Therefore, total 2 raised to 9 relations are possible. That is 512 relations are possible. Now we are moving to the second question. Second question, there is a relation is given in set of all integer. We have to show that the relation is an equivalence relation. First of all, we can take the relation R is equal to set of all ordered pair xy such that x minus y is an integer. That means it is an element of Z. This relation is given. We have to show that it is an equivalence relation. That means we have to show that this relation is reflexive, symmetric and transitive. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഒരു ഫൈനൈറ്റ് റിലേഷൻ ആയിരുന്നു എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പോൾ ഈ റിലേഷനെ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു റിലേഷൻ എടുത്തിട്ട് അത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് എല്ലാ എലമെന്റ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള ജനറൽ ആയിട്ടുള്ള ഒരു എലമെന്റ്സ് എടുത്തിട്ട് അതിന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ടേക്ക് ലെറ്റ് എക്സ് ഈക്വൽ ടു ലെറ്റ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് Z. That means x is an integer. Now I am finding x minus x. You can see that x minus x that is equal to 0. It is an integer. It is an integer. That means it is an element of Z. Therefore, we can write x related to x. So, we have general integer. ആ ഇന്റിജറിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അതിനർത്ഥം ഇതൊരു ഇന്റിജർ ആണ്. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു എക്സ്. അപ്പോൾ എക്സ് നമ്മൾ വെറുതെ ജനറൽ ആയിട്ട് എടുത്തതാണ്. അതുകൊണ്ട് ഈ ഏത് എക്സ് എടുത്താലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ആർ ഈസ് റിഫ്ലെക്സീവ്.
ഇങ്ങനെയാണ് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റിലേഷൻ സിമ്മട്രിക് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം അതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സിമ്മട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇൻറ്റീജർ എടുക്കുന്നു. ദാറ്റ് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് സെഡ് ആൻഡ് ഐ ആം ടേക്കിംഗ് എക്സ് related to y, that means xy element of R, that is x related to y, that is xy element of R. That implies x minus y is an integer. നമുക്കൊരു x minus y ഒരു integer ആണെന്ന് കിട്ടിയിരുന്നു. അത് ക്വസ്റ്റ്യൻ തന്നതാണ്. അതായത് x related to y ആണ്. ഇനി x minus y ഒരു integer ആണെങ്കിൽ minus of x minus y എന്ന് പറയുന്നത് ഒരു integer ആയിരിക്കും. അതായത് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ആൻ ഇൻറ്റിജർ. ദാറ്റ് മീൻസ് വൈ മൈനസ് എക്സ് ഇസ് ആൻ ഇൻറ്റിജർ. ദാറ്റ് ഇംപ്ലൈസ് വൈ ഈസ് റിലേറ്റഡ് ടു എക്സ്. ദർഫോർ ആർ ഈസ് സിമെട്രിക്. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആർ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. Now we have to prove that it is transitive. ഇപ്പോൾ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും 3 എലമെന്റ്സ് എടുക്കണം. ഒന്നുകിൽ എ ബി സി എടുക്കാം, അല്ലെങ്കിൽ എക്സ് വൈ സെറ്റ് എടുക്കാം. ഇപ്പോൾ എക്സ് കോമ വൈ കോമ സെഡ് എലമെന്റ് ഓഫ് ഇന്റിജർ സെറ്റ് ആൻഡ് we can write x related to y. That implies x related to y implies x minus y is an integer. Also y related to z. That implies y minus z is an integer. ഇത് രണ്ടും നമ്മൾ എടുക്കുന്നു. ക്വസ്റ്റ്യനിൽ ഈ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എക്സ് റിലേറ്റഡ് ടു വൈനും വൈ റിലേറ്റഡ് ടു സെഡ് എന്നും എടുക്കുന്നു. ഇനി നമുക്കറിയാം രണ്ട് ഇൻറ്റിജറിന്റെ സമ്മ് എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ വി ക്യാൻ റൈറ്റ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ. അപ്പോൾ വി ഗെറ്റ് എക്സ് മൈനസ് സെഡ്. ദിസ് ഇംപ്ലൈസ് x minus z is an integer. That implies x is related to z. This is true for all integers because we are taking general element x, y, z. Therefore, we can say that R is transitive. So, this relation is reflexive, symmetric, and transitive. Hence, we can say that this relation is an equivalence relation. Now, we can answer the third question. The question is, there is a function f from R to R defined by f of x equal to 2x minus 9. We have to show that this function is 1, 1 and on 2. That means it is a bijection. First of all, we can show that f is a 1, 1 function. For that, I am taking let x1 comma x2 are element of R. That means both are two real numbers. And we take f of x1 equal to f of x2. That means 2 into 2x1 minus 9 is equal to 2x2 minus 9. From this we can write 2x1 equal to 2x2. Cancelling 2, we can write x1 equal to x2. Therefore, we can write f is 1, 1. That means f of x1 equal to f of x2 implies x1 equal to x2. So the function is 1, 1. Now our aim is to show that it is a on-to function. For that I am taking an element y in the codomain R. That means y is an element of R. And I am taking y equal to f of x. That means y equal to 2x minus 9. From this we can write y minus 9 is equal to 2x. That is x equal to y minus 9 divided by 2. It is a real number. That means corresponding to every y in the codomain, there is a x defined by y minus 9 by 2 whose image is y. That means corresponding to every y, there is a x such that f of x equal to y. Therefore, we can write f is an on-to function. So, 1, 1 on-to we prove. Hence, this function is a bijective function. Now, we are moving to the fourth question. The fourth question is, there is a function like this. F of x equal to
3 minus x cube all raised to 1 by 3. The first part of the question is find f dot f of x. That means f composition f of x. By the definition of composition, it is f of x. That is equal to f of 3 minus x cube all raised to 1 by 3. That is equal to, for example, for my convenience, I take it as a. It is f of a. That means 3 minus a cube all raised to 1 by 3. Here I am taking a as 3 minus x cube all raised to 1 by 3. Therefore, this becomes 3 minus a means this 3 minus x cube all raised to 1 by 3. That is a cube all raised to 1 by 3. That is 3 minus x cube all raised to 1 by 3 cube cancel. These two cancels. Therefore, we get 3 minus 3 0 minus minus plus x cube raised to 1 by 3. We get x cube raised to 1 by 3. That is x. Therefore, the answer is f composition f is equal to of x equal to x. This is the first answer of the first part. Now, we have to find the inverse of f. If f composition f of x is the identity function on real number, then we can say that f inverse of x is equal to f of x. Therefore, the answer is the f inverse of x is 3 minus x cube all raised to 1 by 3. Also, if you want, you can find like this. Y let y equal to 3 minus x cube all raised to 1 by 3. Then we can write y cube is equal to 3 minus x cube. That is x cube is equal to 3 minus y cube. That is x equal to 3 minus y cube all raised to 1 by 3. That is f inverse of y equal to 3 minus x y cube all raised to 1 by 3. From this we can write f inverse of x equal to 3 minus x cube all raised to 1 by 3. ഇങ്ങനെയും ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഫംഗ്ഷനും അതിൻ്റെ കോമ്പോസിഷനും ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് വന്നാൽ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഈ കേസിൽ എഫ് ഇൻവേഴ്സ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ്. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. There is a binary operation given like this. A star b equal to a plus b. A star b equal to a plus b plus 1. This is our binary operation. First of all, we have to show that we have to check whether it is commutative. Now, I am writing b star a. B star a means instead of a, I am writing b. It becomes b plus a plus 1. We know that a plus b and b plus a are same. Therefore, a star b equal to b star a. Hence, this operation is commutative. So, your operation commutative operation ആണ് കിട്ടി. ഇനി നമുക്ക് ഇത് associative ആണോ എന്ന് ചെക്ക് ചെയ്യാം. The second part of the question is check whether the operation is associative or not. For that, I am finding a star b star c. Here, I am finding a star b first. A star b is a plus b plus 1 star c. Now, that is a star b is a plus b plus 1. So, a plus b plus 1 star c means, first of all, we are taking this element. Instead of a, I am taking a plus b plus 1 plus
second element, that is C, then plus 1. Expanding, we get A plus B plus 1 plus C plus 1. That we get A plus B plus C plus 2. This is A star B star C. Now I am finding A star B star C. A star B star C. A star B star C. That is A star B star C means B plus C plus 1. That is first element plus second element plus 1. That is A star B A plus B plus C plus 1 plus 1. Second element first plus second plus 1. That is equal to A plus B plus C plus 2. Therefore, we can write A star B star C that we have already found is equal to A star B star C. Hence the operation is associative. Now, we have to check whether identity element exists for the operation or not. Now, I am assuming that let E be the identity element. Now, by definition, A star E equal to A equal to E star A. That is, A plus E plus 1 equal to A equal to E plus A plus 1. Now, I am taking this part. That is, A plus E plus 1 equal to A. These two cancel, we get E is equal to negative 1. Similarly, from here, we can write E plus A plus 1 equal to A. That is, E is equal to negative 1. Therefore, the identity element exists and it is equal to negative 1. Now, the final part of the question. If the identity element exists, here identity element exists and it is equal to negative 1. Our aim is to determine the inverse element of the number 3. Now, I am taking the number, we know that A star B equal to A plus B plus 1. I am finding A star 3 equal to E equal to 3 star A. Then this becomes the inverse of 3. Here it is A star 3 equal to negative 1. That means A plus 3 plus 1 equal to negative 1. That means A plus 4 equal to negative 1. That implies A is equal to minus 1 minus 4. That is negative 5. Similarly, if you do here, 3 plus 3 star A is equal to negative 1. Implies 3 plus A plus 1 equal to negative 1. That means A plus 4 equal to negative 1. That means A is equal to minus 5. Therefore, the inverse element of 3 is negative 5. Now we are moving the last question. Here is a binary operation that is given. That is A star B equal to A plus B. If A plus B is less than 6 and it is A plus B minus 6 if A plus B is greater than or equal to 6. This is our binary operation and there is a set that is given is 0, 1, 2, 3, 4, 5. This is our set. Our aim is to determine the multiplication table for this operation. For that, first of all, to make the multiplication table, here I am making a column like this. Here the symbol of the binary operation star. Here the elements in set. First element is 0, second is 2, and third one is 3,
fourth one 4, 5. I'm writing like this: 0, 1, 2, 3, 4, and finally 5 here. Now here is 0, 1, 2, 3, 4, here 5. Now A star B means A plus B. 0 plus 0, 0, 0 plus 1, 1, 2, 3, 4, then 5. Now 1 plus 0, 1, 2, 3, 4, then 5. Now here 1 plus 5 is 6. If it is greater than or equal to 6, that is A plus B minus 6. So 6 minus A plus B minus 6. A plus B is 6. 6 minus 6 equal to 0. Now similar manner we get 2, 3, 4, then 5. The next column 6 become 0. Then 5 plus 2, 2 plus 5, that is 7. 7 minus 6, 1. Like this. Here 3, 4, 5, then 6 become 1, 7 become 2, and 8 become 8 minus 6, that is 8 become 3 plus 4 becomes 7. Here it is 0. 3 plus 3, 6. This 1, and it is 2. Final 4, 5, then 6 becomes 0. 1, 2, 3. Here 5, then 6. 1, 2, 3, 4, 5. This is the multiplication table. You have to make the multiplication table first. The next is, our aim is to determine the identity element if there are any. So we can say that 0 star 0 is 0, 1 star 0 is 1, 2 star 0 is 2, 3 star 0 is 3, 4 star 0 is 4, 5 star 0 is 5. Similarly, 0 star 0, 0, 0 star 1 is, therefore 0 is the identity element. Also, we can see that 0 star 0 is 0, therefore the 0 star 0 is 0, 1 star 0 is 1 star 1, 1 star 5 is 0, 2 star 4 is 0, 1 5, 2 4, 3 3, then 4 2, then 5 1. Now what is the relation between these two? 1 plus 5 is 6. Therefore the inverse of 1 is 6 minus 1. Inverse of 2 is 6 minus 2. Inverse of 3 is 6 minus 3. Inverse of 4 is 6 minus 2. Inverse of 5 is 6 minus 5. Therefore every non-zero element is invertible with the inverse 6 minus, every non-zero element is invertible with the inverse 6 minus A.